സ്വന്തം ജീവിതാനുഭവത്തിൽ നടത്തത്തിന്റെ പ്രയോജനമെന്തെന്ന് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അധ്യാപകനായ അഭിലാഷ് പുത്തഞ്ചേരിയുടെ കാൽനടയാത്ര. നടത്തം ശീലമാക്കൂ, ജീവിതശൈലി രോഗങ്ങൾ ഒഴിവാക്കൂ എന്ന സന്ദേശമുയർത്തി ജൂൺ മാസം 10-ാം തീയതിയാണ് അധ്യാപകനായ അഭിലാഷ് പുത്തഞ്ചേരി കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് കാൽനടയാത്ര ആരംഭിച്ചത്. യുവതലമുറയിലുള്ളവർക്ക് വ്യായാമത്തിന്റെ കുറവ് കൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നടത്തം കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് അഭിലാഷിന്റെ കാൽനടയാത്രയുടെ ലക്ഷ്യം. തനിക്ക് പിടിപെട്ട പ്രമേഹ രോഗം സൈക്കിൾ ചവിട്ടിയുള്ള വ്യായാമത്തിലൂടെ മാറ്റിയെടുത്തതോടെയാണ് യുവതലമുറയിലെ കുട്ടികൾക്കും വ്യായാമത്തിന്റെ പ്രസക്തി പകർന്നു കൊടുക്കണമെന്ന് ചിന്തയുണ്ടായത്. ഒരു ദിവസം 15 മുതൽ 30 കിലോമീറ്റർ വരെയാണ് നടക്കുന്നത്. നടത്തത്തിനിടയിൽ വഴിയിൽ കണ്ടുമുട്ടുന്നവരോട് വ്യായാമത്തിലൂടെ തന്റെ ജീവിതശൈലി രോഗങ്ങൾ മാറ്റിയെടുത്തതിനെക്കുറിച്ച് വിവരിക്കും. ഗ്രന്ഥശാലകളിലും ക്ലബ്ബുകളിലും മറ്റും ജീവിതശൈലി രോഗങ്ങൾ തടയാൻ ബോധവൽക്കരണ ക്ലാസ് എടുക്കും. രാത്രികാലങ്ങളിൽ വായനശാലകൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ, സുഹൃത്തുക്കളുടെ വീടുകൾ എന്നിവിടങ്ങളിലാണ് അന്തി ഉറങ്ങുന്നത്. അതുമല്ലെങ്കിൽ കയ്യിലുള്ള ടെന്റിലാണ് വിശ്രമം. ഇപ്പോൾ കൊല്ലം ജില്ലയിലൂടെ കടന്നുപോയ അഭിലാഷ് SN കോളേജിലും ആരോഗ്യ സംരക്ഷണത്തെപ്പറ്റി വിദ്യാർത്ഥികൾക്ക് പറഞ്ഞുകൊടുത്തു. 20 തവണ രക്തദാനം ചെയ്ത അഭിലാഷ് കോഴിക്കോട് നിന്ന് ധനുഷ്കോടി വരെ സൈക്കിൾ യാത്രയും കേരളത്തിൽ ഉടനീളം ലഹരിക്കെതിരെ സൈക്കിൾ യാത്രയും നടത്തിയിട്ടുണ്ട്. ജൂൺ അവസാനം തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും നേരിൽ കണ്ട് യാത്രാ സന്ദേശം കൈമാറും. അത് ഇപ്പം യുവാക്കളുടെ ഇടയിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യായാമത്തിൻ്റെ ഒരു കുറവുണ്ട്. അത് വ്യായാമത്തിൻ്റെ കുറവുള്ളത് കാരണം അവർക്ക് ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ട് എനിക്ക് അറിയുന്ന കുറച്ച് സയൻറ്റിസ്റ്റുകളൊക്കെ ഉണ്ട്. അവരുടെ നിർദ്ദേശങ്ങളൊക്കെ ക്രോഡീകരിച്ച് നിർദ്ദേശങ്ങൾ തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. അത് തയ്യാറായി കഴിഞ്ഞാൽ പോകുന്നതിൻ്റെ അന്ന് ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കും. നടത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ നടന്ന പരമാവധി ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 കിലോമീറ്റർ ദൂരമാണ്. 15 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. നടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ഇങ്ങനെ വരും. അപ്പം അവരുമായിട്ട് ഇൻട്രാക്ഷൻ നടത്തുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്ററുകൾ കുറയും. അതേപോലെ കാലാവസ്ഥേൻ്റെ പ്രശ്നം വന്നാൽ കിലോമീറ്ററുകൾ കുറയും. പക്ഷേ കിലോമീറ്ററുകളിലല്ല ഞാൻ ഊന്നൽ നൽകുന്നത്. ഓരോ ദിവസം കാണുന്ന ആളുകളിലേക്കാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആളുകളെ കണ്ടിട്ട് എന്താണ് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കുറച്ച് കഥകൾ, എനിക്ക് കുറച്ച് ജീവിതശൈലി രോഗത്തിൻ്റെ ഒരു അതിൽ പെട്ടുപോയിരുന്നു ഞാൻ. അപ്പം ഞാൻ സൈക്ലിംഗ് തുടങ്ങി. സൈക്ലിംഗ് ഒക്കെ തുടങ്ങിയതിൻ്റെ ശേഷമാണ്, ഷുഗറൊക്കെ ഉണ്ടായിരുന്നു, അത് തുടങ്ങിയതിൻ്റെ ശേഷമാണ് മാറിയത്. വിശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായനശാല, ക്ലബ്ബുകൾ, അമ്പലങ്ങൾ, പള്ളികൾ, സുഹൃത്തുക്കളുടെ വീടുകൾ. ഇനി എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ കയ്യിൽ ടെൻ്റ് ഉണ്ട്, അത് എവിടെയെങ്കിലും ടെൻ്റ് അടിച്ചിട്ട് അവിടെ കിടന്നു. ഒരു രക്തദാന പ്രവർത്തകനാണ്. 20 തവണ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ മാസം ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മുടി ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ജോലി ടീച്ചറാണ്. അധ്യാപകനായ അഭിലാഷ് ആരുടെയും സ്പോൺസർഷിപ്പിലല്ല ബോധവൽക്കരണ നടത്തം ആരംഭിച്ചത്. തൻ്റെ കയ്യിലുള്ള പണമാണ് യാത്രയിൽ ചെലവാക്കുന്നത്. വീട്ടിൽ അച്ഛനും അമ്മയും പൂർണ്ണ പിന്തുണ ഈ അധ്യാപകന് നൽകുന്നുണ്ട്. സീറോ കാർബൺ, സീറോ കലാമിറ്റി എന്ന സന്ദേശവുമായി ശ്രീലങ്കയിൽ സൈക്കിൾ പര്യടനം നടത്തി തിരിച്ചെത്തിയ ശേഷമാണ് അഭിലാഷ് നടത്ത പര്യടനം തുടങ്ങിയത്.